ഉച്ചക്ക് ചോറ് കഴിക്കാനിരിക്കുമ്പോഴേ നമുക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട കറികളും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിലല്ലേ ഈ ഒരു ചമ്മന്തി മതി കേട്ടോ. എത്ര ചോറും ആണെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ അതുപോലത്തെ ഒരു ചമ്മന്തിയുടെ റെസിപ്പി ഇട്ടൊന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ആ ചമ്മന്തിയൊക്കെ ഇഷ്ടമല്ലോ ഇങ്ങോട്ട് പോരിട്ടാ. ഇതൊന്ന് കണ്ടോക്കി. അപ്പോൾ അത് ആദ്യം തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. ഇനി ഈ ചട്ടി ചൂടായി വരുന്ന സമയം നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചമ്മന്തി നമുക്ക് ചോറ്റക്ക് മാത്രമല്ല കേട്ടോ, കഞ്ഞിക്ക് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. 10 മണിയാകുമ്പോൾ ഒരു കഞ്ഞി എടുക്കുന്ന ശീലമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ചമ്മന്തി ട്രൈ ചെയ്തൊക്കെ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ ഏകദേശം ചൂടായി റെഡിയായി വരട്ടെ കേട്ടോ. ആ സമയം നമുക്ക് നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള സാധനങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അത് ആ ചട്ടി ചൂടായി റെഡിയായി വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതാ നമ്മുടെ ചെറിയൊരു കഷ്ണം പുളി, പിന്നെ ചെറിയ ഉള്ളി, കുറച്ച് കാന്താരി മുളക്, ഇതാണ് കേട്ടോ ഞാൻ ഈ ചമ്മന്തിയിലേക്ക് ചേർത്തിട്ടുള്ളത്. പിന്നെ അതൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് വറ്റൽമുളക് പൊടിച്ചതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാതും പാടെ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. ചെറിയ ഒരു ചൂട് ആക്കിയെടുത്താൽ മതി കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് കറിയും കാര്യങ്ങളൊന്നും ചോറ്റയ്ക്കില്ലെങ്കിലും ഈ ഒരു ചമ്മന്തി ഉണ്ടായത് തന്നെ അടിപൊളിയായിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതേപോലെ പൊതിച്ചോറ് കാര്യങ്ങളൊക്കെ ആക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു ചമ്മന്തി കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അടിപൊളിയായിട്ടുള്ളൊരു ചമ്മന്തി തന്നെയാണ് കേട്ടോ ഇത്. എന്തായാലും ഇത് റെഡിയാക്കി നോക്കുക, എന്നിട്ട് എന്തായാലും കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. എല്ലാതും പാടെ ഒന്ന് വാടി വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. കറിവേപ്പിൻ്റെലയും അതുപോലെ ഉള്ളിയും ഒക്കെ ഒന്ന് വാടി വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ഒരു ചമ്മന്തിക്ക്. അപ്പോൾ അത് ഇതുപോലത്തെ ഒരു ജാറിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി വേണ്ടത് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് നമ്മുടെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു സ്പൂൺ വെച്ചിട്ടാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പുളി ഉപയോഗിക്കുമ്പോൾ അധികം കുരു ഇല്ലാത്ത പുളി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. മറ്റേത് കുരുവൊക്കെ നമ്മുടെ മിക്സിയുടെ ജാറിൽ പെട്ട് കഴിഞ്ഞാൽ ജാറിൻ്റെ ബ്ലേഡ് തന്നെ പൊട്ടിപ്പോകും കേട്ടോ. അത് നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ കുരു ഇല്ലാത്ത പുളി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നല്ല പോലെ അരച്ച് റെഡിയാക്കി എടുക്കണം കേട്ടോ. അതൊന്ന് അതാ നമ്മൾ അരക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഇത് അരച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കണമെങ്കിൽ എങ്ങനെയും ചെയ്യാം. പക്ഷേ ഞാൻ ജാറിലേക്ക് തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ സുറുക്കയോ കാര്യങ്ങളൊന്നും ഇതൊക്കെ ആവശ്യമില്ല. അപ്പോൾ അത് നല്ലപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ അത് നല്ല പോലെ പേസ്റ്റായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുളകും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അരഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ചമ്മന്തി അരച്ചിട്ട് നേരത്തെ നമ്മൾ വാട്ടാൻ ഉപയോഗിച്ചിരുന്ന ചട്ടിക്ക് തന്നെയാണ് കേട്ടോ മാറ്റി കൊടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ നേരത്തെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടാണല്ലോ ഈ സാധനങ്ങളൊക്കെ വാട്ടിയെടുത്തത്. അപ്പോൾ അതിൻ്റെ എണ്ണയിലേക്ക് തന്നെയാണ് കേട്ടോ ചമ്മന്തി അരച്ചുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം നമുക്ക് വേറെ ബൗളിലേക്കൊക്കെ മാറ്റണമെങ്കിൽ മാറ്റട്ടോ. അപ്പോൾ ഞാൻ ഈ ചട്ടിയിലേക്ക് തന്നെയാണ് മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി ഈ സമയം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ, നമ്മുടെ പച്ച വെളിച്ചെണ്ണ കുറച്ച് മുകളിൽ കൂടെ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലും അതുപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്തായാലും അപ്പം തന്നെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിലാണ് കേട്ടോ ഞാൻ ഈ ചമ്മന്തി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചമ്മന്തിയുടെ റെസിപ്പി ഇഷ്ടമാക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ അമർത്തുക, കമൻറ്റ് ചെയ്യുക, ഷെയറും കൂടി ചെയ്യട്ടോ. ഈ വീഡിയോ ഇഷ്ടമാക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ റെസിപ്പി റെഡിയാക്കിയിട്ട് എൻ്റെ കമൻറ്റിലൂടെ നിങ്ങൾക്ക് ഇഷ്ടമാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം കേട്ടോ.